ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഓപ്പൺ ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർവൈവൽ മൂവി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യം മുതൽ അവസാനം വരെയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സ്റ്റോറിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇപ്പം ഈ കഥ തുടങ്ങുന്നത് മരുഭൂമി പോലെയുള്ള ഒരു വലിയ പ്രദേശത്ത് നിന്നാണ്. കാണിക്കുമ്പോഴാണ് അതിന് നടുവിലുള്ള വലിയൊരു മല, അതിന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങാൻ ശ്രമിക്കുന്ന രണ്ടുപേര്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആൻഡ് ഹീറോയിൻ. ഹീറോയുടെ പേര് ഡേവിഡ്, ഹീറോയിന്റെ പേര് ലൂസി. ഇപ്പോൾ രണ്ടുപേരും ആ ഒരു മലയിൽ നിന്ന് താഴേക്കിറങ്ങാൻ വേണ്ടി ഒരുപാട് ദിവസം ട്രൈ ചെയ്തതുപോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ രണ്ടുപേരും നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. കയ്യിൽ ബാഗോ കയറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വെറും കൈയും കാലും വെച്ചിട്ട് മാത്രമാണ് അവർ താഴേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരുടെ രണ്ടുപേരുടെ പിടി വിട്ട് നേരെ താഴേക്ക് വീഴുന്നു. അവിടെ വെച്ചിട്ട് ഇവർക്ക് എന്താണ് സംഭവിച്ചത്, ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ രണ്ടുപേരും ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവർ രണ്ടുപേരും നല്ലതുപോലെ പ്രണയിക്കുന്നുണ്ട്. സാധാരണ പ്രണയമൊന്നുമല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് രണ്ടുപേരും എന്തായാലും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേവിഡ് ആണെങ്കിലും ഒരു വക്കീലാണ്, ലൂസി ആണെങ്കിൽ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ് അവൾ ചെയ്യുന്നത്. അതുപോലെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇവരുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ രണ്ടുപേരും ഒരു ട്രിപ്പ് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു അറേബ്യൻ കൺട്രിയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് എന്താണ്, അവർ രണ്ടുപേരും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ ആ ഒരു രാജ്യത്തേക്ക് വരുന്നു. ഇപ്പോൾ കാറിൽ വലിയൊരു ഹോട്ടലിന് മുന്നിലേക്കാണ് അവർ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ തന്നെ താമസിച്ച് ഇപ്പോൾ രാത്രിയാവുന്നതും ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മുടെ ലൂസി അവളുടെ ടേബിളിൽ നേരത്തെ വന്ന് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഡേവിഡ് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. അങ്ങനെ ലൂസി അവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് വേറൊരുത്തനിരിക്കുന്നു. അവന്റെ പേര് ബെൻ എന്നാണ്. ലൂസി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ അവൻ എന്തോ ഒന്ന് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അതവൻ ചെയ്യുന്നില്ല. അതിന് പകരം അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആ ഒരു വെയിറ്ററിനെ വിളിച്ച് ഈ ഹോട്ടലിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡുണ്ട്, അത് അവളുടെ അനുവാദം ഇല്ലാതെ തന്നെ അവളുടെ ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ അവൾ ചോദിക്കും ഇത് ആരാ ഓർഡർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ബെന്നിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ബെൻ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതേ സമയം ലൂസി അവനെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പം അതേസമയം ഡേവിഡ് അവിടേക്ക് വരുമ്പോൾ ബെൻ ഇത് കണ്ടിട്ട് എന്തായാലും അവൾ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവിടെ വന്നിരുന്ന ഡേവിഡ് ഇപ്പൊ നല്ല സന്തോഷത്തിലാണ്. വേറെ ഒന്നുമല്ല, അവൻ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കേസുണ്ട്, അതിൽ അവൻ ജയിച്ചു. ആ ഒരു സന്തോഷവും അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ലൂസിയോട് പറയുന്നുണ്ട്. നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് ഒരു റിംഗ് എടുത്തു കൊടുക്കും. ഇത് കണ്ടിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ വെച്ചിട്ടാണ് ഡേവിഡ് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്, അത് മാരേജ് പ്രപ്പോസ്. ഇതുകൂടി ആവുന്നത് ലൂസിക്ക് നല്ല സന്തോഷമായിട്ട് അത് സ്വീകരിച്ച് അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആവുന്നതും ഇപ്പോൾ ലൂസിക്കാണെങ്കിൽ ഒരു ശീലമുണ്ട്, അവൾ എപ്പോഴും നടക്കുന്ന മിക്ക കാര്യങ്ങളും അവളുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കാര്യം തീരുമാനിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരം ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് വരാം, ആരുടെയും ശല്യമില്ലാതെ കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് വരാം എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ഡേവിഡിന് ഒരു ഫോൺ കോൾ വരുന്നു. അവൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കോളാണ്. അതുകൊണ്ട് ഡേവിഡ് പറയും സോറി, എനിക്ക് എന്തായാലും വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ലൂസിക്ക് നല്ല ദേഷ്യമായി. അവർക്ക് നല്ല സമയം സ്പെൻഡ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്. ഇപ്പോൾ അവിടെ വന്നിട്ടും അവൾക്ക് ഇമ്പോർട്ടൻസ് അവൻ കൊടുക്കുന്നില്ല എന്നറിയുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമായിട്ട് ഇപ്പോൾ അവൾ തന്നെ ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജോലിയാണ് അവന് പ്രധാനം. അങ്ങനെ ലൂസി ഇപ്പോൾ തനിയെ ആ ഒരു ട്രിപ്പ് പോകുന്ന സ്ഥലത്തേക്ക് വരികയാണ്. കാരണം ഒരു ഗൈഡിനെയും കൊണ്ടല്ലാതെ അവിടേക്ക് പോകാൻ കഴിയത്തില്ലല്ലോ ഒറ്റയ്ക്കൊന്നും. അങ്ങനെ എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നതും ലൂസിയും അവിടെ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ ആ ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതുപോലെ അവരെല്ലാം കൂട്ടം കൂട്ടമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ലൂസി നോക്കുമ്പോഴാണ് ഒരാളെ അവനെ കാണുന്നത്. അത് വേറെ ആരുമല്ല, ബെന്നുണ്ടല്ലോ അവനാണ്. അവനെ കാണുന്നതും അവനും ഇതുപോലെ യാത്ര ചെയ്യാനായിട്ട് റെഡിയായിട്ട് വന്നേക്കാണെന്ന കാര്യം ലൂസിക്ക് മനസ്സിലായി. അതുകൊണ്ട് ലൂസി പതി അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സാധാരണ രീതിയിൽ സംസാരിക്കും. അപ്പോഴാണ് അവൻ പറയുന്നത് ഇതുപോലെ ഈ മരുഭൂമി നടുവിൽ വലിയൊരു മലയുണ്ടെന്നും അവിടെ പോകാനാണ് താൻ പ്ലാൻ ചെയ്യുന്നതെന്നും ലൂസിയോട് പറയുന്നതും. ലൂസി ഇപ്പോൾ അത് കണ്ടിട്ട് അവനിപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നോടൊപ്പം വരുന്നോ, നല്ല രസമായിരിക്കും എന്ന് പറയുമ്പോൾ അവൾ അപ്പം തന്നെ പറയുന്നുണ്ടില്ല സോറി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ നേരെ ട്രിപ്പ് പോകാനായിട്ടുള്ള ആ ഒരു വണ്ടിയുണ്ടല്ലോ ബാക്കിയുള്ളവർ കയറിയാ അതിനകത്തേക്ക് കയറും. അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് വയസ്സായിട്ടുള്ള ആളുകളാണ്. അതേപോലെ അവൾ ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്, ഡേവിഡ് തന്നോടൊപ്പം വരുന്നില്ല. ആ ഒരു ദേഷ്യം ഇപ്പോൾ വണ്ടി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് ബെൻ ആണെങ്കിൽ വെളിയിൽ നിന്ന് നോക്കുന്നുണ്ട് ഇവൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ലൂസി അവൾ തീരുമാനം എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ബെന്നിനോടൊപ്പം തന്നെ പോകാം എന്ന് തീരുമാനിച്ച് അവൾ പെട്ടെന്ന് ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ലൂസി നേരെ ബെന്നിനടുത്തേക്ക് വരുമ്പോൾ അവന് മനസ്സിലായി എന്തായാലും അവൾ തന്നോടൊപ്പം തന്നെ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് അപ്പോൾ ബെൻ ചോദിക്കും നിനക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതെ അറിയാമെന്ന് പറയുന്നതും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു 10 മൈല് ഒന്ന് ഡ്രൈവ് ചെയ്യാവോ, എനിക്കൊന്ന് ഉറങ്ങണം, അത് കഴിഞ്ഞ് നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും ഓക്കെ ഞാനത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ട്,
നാളെ വൈകുന്നേരം ഒരു 4 മണിക്കുള്ളിൽ തിരിച്ചു വരണം. ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു മലയുണ്ടല്ലോ അതിനടുത്തേക്ക് പോവാണ്. അങ്ങനെ വണ്ടി എടുത്തിട്ട് കുറെ ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്കും ബെൻ ഉറങ്ങണമെന്നാണല്ലോ പറഞ്ഞത്. ലൂസി ആണെങ്കിലുള്ള കല്ലിലും മണ്ണിലെല്ലാം വണ്ടി കയറ്റിയിട്ട് നല്ലതുപോലെ ഇട്ട് കുലുക്കി ഒരു വിധത്തിൽ റോഡിലേക്ക് കയറ്റി. ഇപ്പോൾ കുറേ ദൂരം അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വലുതും ചെറുതും എല്ലാം ആണെങ്കിൽ ഇതിന്റെ നടുവിൽ പെട്ടുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ പിന്നെ അവിടെ കിടന്നങ്ങ് മരിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ അതുപോലെ ഇത്രയും വലിയൊരു മരുഭൂമിയിലൂടെ ഒരു കുറേ ദൂരം വന്നിട്ട് അവസാനം ഒരു മലയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. രണ്ടുപേരും ഇപ്പൊ ഒരു മലയുടെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ പതിയെ പതിയെ അതിന് മുകളിലേക്ക് കയറിയിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ലൂസി ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ ആദ്യമായിട്ടാണ് കയറുന്നതെന്ന് തോന്നുന്നു. അവൾക്ക് അത്രയും സന്തോഷം ഇതെല്ലാം കാണുമ്പോഴത്തേക്കും. അതുമല്ല ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും എവിടെ നോക്കിയാലും കണ്ണെത്താത്ത അത്രയും ദൂരം മണല് മാത്രം. ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ഡേവിഡിനെ കാണാൻ കഴിയത്തില്ല, കാരണം അവൻ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ ഡേവിഡിനെ കാണിക്കുമ്പോൾ ഡേവിഡ് നല്ലതുപോലെ റെഡി ആയിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോഴത്തേക്കാണ് കോൾ ചെയ്യുന്ന ലേഡി പെട്ടെന്ന് പറയുന്നത്, സോറി സാർ, നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് ഒന്നും റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുവാണെന്ന് പറയുന്നതും. അടിപൊളി, എങ്ങനെയുണ്ട്? ഒന്നാമതേ നമ്മുടെ ലൂസിയെ വെറുപ്പിച്ചാണ് അവൻ പറഞ്ഞു വിട്ടിട്ടുള്ളത്. വെക്കേഷൻ ആഘോഷിക്കാൻ വന്നിട്ട് അവിടെ വന്നിരുന്ന് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടിപ്പോൾ മീറ്റിംഗ് ക്യാൻസലും കൂടിയായി. ഇതിലും വലിയ പണി അവന് കിട്ടാനില്ലല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു മലയുടെ മുകളിൽ കാണിക്കുമ്പോഴാണ് ബെന്നും ലൂസിയും രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ കമ്പും കൊളിയെല്ലാം പറക്കിയിടുന്നു. അതേപോലെ തന്നെ ഇവർ ആഹാരമെല്ലാം കഴിച്ചിരിക്കുമ്പോഴാണ് ലൂസി ബെന്നിനോട് ചോദിക്കുന്നത്, അല്ല നീ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ജോലിയൊന്നുമില്ല, ലൈഫ് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു, ഇതൊക്കെ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇവർ രണ്ടുപേരും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ഇപ്പോൾ രാത്രിയായിട്ട് രണ്ടുപേരും അവിടെ കിടക്കുമ്പോഴത്തേക്കാണ് ഇവർ തമ്മിൽ എന്തോ ഒരു നല്ല കണക്ഷൻ. ആൾറെഡി നമ്മുടെ ബെന്നിന് ലൂസിയെ നല്ല ഇഷ്ടമാണല്ലോ, അവളെ കറക്കിയെടുക്കാനും ശ്രമിച്ചായിരുന്നു. അതുമല്ല ലൂസിക്കാണെങ്കിൽ ഡേവിഡിനുള്ള ഒരു ദേഷ്യം കാരണം അവൾക്ക് ഇപ്പോൾ ബെന്നിനെ ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അന്ന് രാത്രി കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ലൂസി കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ബെൻ അടുത്ത് കാണുന്നില്ല. ചേട്ടാ ഇവനെവിടെ പോയെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റി അവള് ചുറ്റിനും നോക്കുമ്പോൾ ബെൻ എന്താ ചെയ്യുന്നറിയോ, വലിയൊരു പാരച്യൂട്ട് എടുത്തിട്ട് ഈ മലയുടെ മുകളിൽ നിന്നും ഓടി വന്നൊരു ഒറ്റച്ചാട്ടം അതിൽ പറന്നു പോവാണ്. ഇത് കണ്ട ലൂസി പിറകെ ഓടി വന്നിട്ട്, ഹേ ബെൻ എവിടെ പോകുന്നല്ല ചോദിക്കുമ്പോൾ അവൻ അത് കേൾക്കുന്നില്ല, അവൻ കുറേ ദൂരം അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ലൂസി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവിടെ താഴെ ഒരു പേപ്പറിൽ അവരൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാൻ, നീ അവിടേക്ക് വരാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ, ഒറ്റയ്ക്ക് ഒരു വണ്ടി ഓടിച്ചിട്ട് ഈ ഒരു മലയുടെ താഴേക്ക് പോകണം. കൂടെ ഒരാളുള്ളപ്പോൾ ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ഒറ്റയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെയുള്ള മലകളിൽ ഓടിച്ചിട്ട് നമ്മുടെ ലൂസിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല. അങ്ങനെ പേടിച്ച് ഒരു വണ്ടി ഓടിച്ചിട്ട് ലൂസി ഒരു മലയിൽ നിന്ന് താഴേക്ക് വരികയാണ്. നല്ല പേടിയുണ്ട്, കാരണം ഒരു വശത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തവിട് പൊടിയാവും. അങ്ങനെ പേടിച്ച് ഒരു വിധത്തിൽ ഒരു വണ്ടി ഇതേ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ബെൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഓടി വന്നിട്ട് അവനൊരു ഒറ്റ തള്ള്, എന്ത് ധൈര്യത്തിൽ എന്നെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നെന്നെല്ലാം ചോദിച്ചിട്ട് അവൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതുമല്ല മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ഇവിടെ നിന്ന് ഇവർ പോകാനായിട്ട് കുറച്ച് ലേറ്റായി. ഈ മരുഭൂമിയിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഇവർ നിൽക്കുന്നത്. ഹീറോയിന് ഹോട്ടലിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞു. ഇതേ സമയം ഹോട്ടലിൽ നമ്മുടെ ഡേവിഡിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അവളോട് സോറി എല്ലാം പറയാൻ വേണ്ടി പൂക്കളെല്ലാം വാങ്ങി വെച്ച് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടും പോയ ലൂസി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഡേവിഡ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര പോയ ഒരു വണ്ടി ഉണ്ടല്ലോ അത് തിരിച്ചു വന്നിട്ടുണ്ട്. അതിനടുത്തേക്ക് ഒന്ന് ലൂസി ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, സോറി സാർ, അങ്ങനെ ഒരാള് നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നതും ഡേവിഡിന് ആകെ ടെൻഷനായി അവൾ ഇങ്ങോട്ട് പോയെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മരുഭൂമിയിൽ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഇപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കുന്നത് ബെന്നാണ്. ഇപ്പോൾ നമ്മുടെ ലൂസിയെ കാണിക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമുണ്ട് ഇവൻ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് തന്നെ. അതുമല്ല ബെന്നാണെങ്കിലോ അവൻ നല്ല സന്തോഷത്തില്ലേ, വണ്ടിയിൽ ഒരു പഴയ കാസറ്റെല്ലാം എടുത്ത് പ്ലേ ചെയ്ത് മ്യൂസിക് നല്ല വോളിയത്തിൽ വെച്ചിട്ട് അവൻ അതും കേട്ട് നല്ല ജോളിയായിട്ട് ഇങ്ങനെ പോവാണ്. ഇവൾ ഈ അവസ്ഥയിലിരുന്നിട്ടും അവൻ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ലൂസിക്ക് നല്ല ദേഷ്യം വന്ന് ഒരു കാസറ്റ് അതിൽ നിന്ന് ഊരി ഒരു ഒറ്റ ഏറ് വെളിയിലേക്ക്. അപ്പോൾ നമ്മുടെ ബെൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് വണ്ടി അവിടെ അങ്ങ് നിർത്തും. എന്താണെന്ന് വെച്ചാൽ ഒരു കാസറ്റ് അവൻ അത്രയും പ്രധാനപ്പെട്ടതായിരുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ ലൂസിയെ വഴക്കൊന്നും പറയത്തില്ല, നേരെ വെളിയിലേക്ക് പോയിട്ട് ഒരു കാസറ്റ് എടുത്ത് തിരിച്ചു വരും. തിരിച്ചു വന്ന് വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് മണലിൽ നിർത്തിയതുകൊണ്ട് ഇനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ടയർ മണലിലേക്ക് താഴുവാണ്. ഇപ്പോൾ ഓടിക്കൊണ്ട് പോകുന്നത് പോലെയാണല്ലോ ഒരിടത്ത് നിർത്തിയിട്ട് ഒരു വെയിറ്റ് ഇതെല്ലാം താങ്ങി വേണം വണ്ടി എടുക്കാനായിട്ട്. പക്ഷെ ടയർ മണലിലായതുകൊണ്ട് പെട്ടെന്ന് ചുറ്റി മണലിലേക്ക് താഴ്ന്നു പോകുന്നു. അവൻ എത്ര ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി മുകളിലേക്ക് കയറുന്നില്ല. ഇതുകൂടി ആവുന്നത് നമ്മുടെ ലൂസിക്ക് നല്ല ടെൻഷനായി തുടങ്ങി. വേറെ ഒന്നുമല്ല, ഇപ്പോൾ എവിടേക്ക് നോക്കിയാലും മണൽ മാത്രമേ ഉള്ളൂ, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല.
അതുപോലെ ഇവർ കുടിക്കാനായിട്ട് വെള്ളം മറ്റ് ആഹാരങ്ങൾ അധികമായിട്ട് കൊണ്ടുവന്നിട്ടില്ല, കാരണം തിരിച്ചു പോകുന്നത് കൊണ്ട് അതൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഇപ്പോൾ ലൂസി ആകെ ടെൻഷനായിട്ട് ബെന്നിനോട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ രണ്ടുപേരും പെട്ടുപോയി. ഇവിടെ നിന്ന് എങ്ങോട്ട് നടന്നാലും ഏകദേശം ഒരു 30 മൈൽ എന്തായാലും നമ്മൾ നടക്കേണ്ടി വരും. ഇത്രയും വെയിലിൽ എന്തായാലും നമുക്ക് നടക്കാൻ കഴിയത്തില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കാം എന്ന് അവ സാധാരണ രീതിയിൽ പറയുമ്പോഴത്തേക്കും ലൂസിക്ക് ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ പറഞ്ഞ കാര്യം ശരിയാണെങ്കിലും ഇവൾക്കുള്ള ആ ഒരു ദേഷ്യം കാരണം ലൂസി എന്താ ചെയ്യുന്ന വെച്ചാൽ, ഓക്കെ നീ എന്തോ ചെയ്യേ, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ബാഗും അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളവും എടുത്ത് അവൾ ഒറ്റയ്ക്ക് ഈ ഒരു മരുഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങാണ്. മണ്ടത്തരം അല്ലാതെ എന്തു പറയാനായിട്ട്, ഇത്രയും വലിയ മരുഭൂമിയിലൂടെ നടക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ഇതറിയാതെ ലൂസി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്കും വെള്ളം കുടിക്കും. അങ്ങനെ കുറേ ദൂരം ഒറ്റയ്ക്ക് നടക്കുകയാണ്. നടന്നുകൊണ്ടേയിരിക്കുന്നു. കുറേ ദൂരം ചെന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള വെള്ളവും തീർന്നു. കാരണം പോകുന്ന വഴിക്കല്ലേ ഇതുപോലെ കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ആവാൻ തുടങ്ങുന്നു. ഇത്രയും വലിയ വെയിലല്ലേ, പെട്ടെന്ന് ക്ഷീണിക്കാൻ തുടങ്ങും. ഇപ്പോഴാണ് അവളുടെ മണ്ടത്തരം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ബെൻ പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബെൻ ഉള്ള സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങുകയാണ്. അയ്യോ, മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പിന്നെയും മണ്ടത്തരം തന്നെ കാണിച്ചു വയ്ക്കുകയാണ്. ഇതേ സമയം ഡേവിഡിനെ കാണിക്കുമ്പോൾ ഡേവിഡ് ഇപ്പോൾ ലൂസി അന്വേഷിച്ച് വെളിയിലേക്ക് ഇറങ്ങിയേക്കാണ്. അവൾ എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ. ഓരോ സ്ഥലത്ത് ചെന്ന് ചോദിച്ചാലും അവളെ പറ്റിയുള്ള ഒരു വിവരവും അവന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. നേരെ പോലീസിലേക്ക് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നമ്മുടെ ലൂസിയെ പറ്റിയുള്ള വിവരവും എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ ഇതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. കാരണം ഈ സ്ഥലത്ത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അധികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതുപോലെ മിസ്സിംഗ് കേസ്, പിന്നെ കിഡ്നാപ്പിംഗ്. അതുകൊണ്ട് വൈകുന്നേരത്തിന് മുന്നേ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എന്ന് അയാൾ നിസ്സാരമായിട്ട് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിഡിന് നല്ല ദേഷ്യം വരും. വേറൊന്നുമല്ല, ഡേവിഡിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് വെയിറ്റ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേവിഡ് ദേഷ്യപ്പെട്ട് ഈ പോലീസുകാരനോട് സംസാരിച്ച് അവസാനം പോലീസുകാരൻ ഡേവിഡിനെ വെളിയിലേക്ക് ഇറക്കി വിടും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ലൂസി അവൾ അതേപോലെ തന്നെ ബെന്നിനടുത്തേക്ക് തിരിച്ചു വന്നേക്കാണ്. നടന്നു വന്ന ഉടനെ തന്നെ അവന്റെ കയ്യിലിരിക്കുന്ന വെള്ളമുണ്ട്. അതെടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ബെൻ പറയും, ദേ നമുക്ക് വെള്ളം കുറവാണ്, ഇതുപോലെ കുടിച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവെന്ന് പറയുമ്പോൾ അവൾ അത് കുടിക്കാതെ ആ ഒരു ബോട്ടിൽ തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബെന്നിനോട് സോറിയും പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോഴാണ് ബെൻ അവന്റെ കയ്യിലിരിക്കുന്ന ഒരു മാപ്പ് എടുത്ത് അതിലെന്തോ മാർക്ക് ചെയ്തിട്ട് പറയും, ഓക്കെ നമ്മൾ ഇനി 30 മൈൽ എന്തായാലും നടക്കേണ്ടി വരത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൂസിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താ ഈ പറയുന്നേ? അതെ, ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് 12 മൈൽ മാത്രം നടന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോഡ് കണ്ടുപിടിക്കാന്ന് പറയുന്നതും ഓക്കെ, അതെന്തായാലും നല്ല കാര്യമാണ്. ഇപ്പോൾ 12 മൈൽ എന്ന് പറയുന്നത് നിസ്സാര ദൂരമൊന്നുമല്ല, എന്നാലും നടന്നെത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടുപേർക്കും കുറച്ച് സമാധാനമായിട്ട് അത് കഴിഞ്ഞ് ഇവർ രാത്രിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇരുട്ടി വരുമ്പോഴത്തേക്കും ആ ഒരു സൂര്യപ്രകാശത്തിലെ ഈ മരുഭൂമി കാണണം. നല്ല ചുവപ്പ് കളറിൽ ആ ഒരു മണലെല്ലാം സൂര്യപ്രകാശം അടിച്ചിട്ട് അതുപോലെ മാറുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, രണ്ടുപേരും കുറേ ദൂരം നടക്കാൻ നടക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് രാത്രി ആവുന്നുണ്ട്. അതുമല്ല പകലുള്ളതുപോലെ നല്ല ചൂടോ കാര്യങ്ങളൊന്നും അല്ല, രാത്രിയാകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും. അങ്ങനെ നടന്ന് കുറേ ദൂരം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ലൂസിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാൻ തോന്നുന്നില്ല. അവൾ ആകെ ക്ഷീണിച്ചു പോയി. അവൾക്ക് കാല് പോലും അനക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവൾ താഴെ കിടന്നിട്ട് ഓക്കെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറയുമ്പോൾ ബെൻ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. കാരണം അവൻ ദൂരെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, ഒരു വലിയ മണൽക്കാറ്റ്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, പെട്ടെന്ന് നമുക്ക് പോകണമെന്നും പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് പിന്നെ നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു മണൽക്കാറ്റ് അത് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നതും ആ ഒരു മണൽക്കാറ്റിനുള്ളിൽ ഇവർ പെട്ടുപോയി. അതിനിടയിലൂടെ ഇവർക്ക് രണ്ടുപേർക്ക് നടന്നു പോകാൻ കഴിയത്തില്ല, കാരണം അത്രയും പവറാണ്. ആദ്യം ചെറിയ രീതിയിൽ വന്നിട്ട് പിന്നെ വലിയ രീതിയിൽ ആ ഒരു മണലെല്ലാം മുഖത്തടിച്ച് നമ്മുടെ ലൂസിക്ക് നേരെ ചുവന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അത്രയും വലിയ കാറ്റാണ് അടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബെൻ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മുടെ ലൂസിയെ പിടിച്ചിട്ട് അവിടെ താഴെ ചുരുണ്ടങ്ങ് കിടക്കും. ഇങ്ങനെ കിടന്നാലേ ഈ ഒരു കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഈ സമയത്ത് വല്ല അണലിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കുഴിയെടുത്ത് അതിനകത്ത് കയറി കിടന്നാൽ മതി. ഇതേ സമയം നമ്മുടെ ഡേവിഡിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂസിയുടെ ഫോൺ ലൊക്കേഷൻ ഉണ്ടല്ലോ, അത് അവസാനമായിട്ട് എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇത് കേൾക്കുമ്പോൾ ഡേവിഡിന് കുറച്ച് സമാധാനമാവുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ലൂസിയും ബെന്നും ഇവർ രണ്ടുപേരും രാത്രി മുഴുവൻ തന്നെ അവിടെ കിടന്നിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് മണലിൽ മൂടിക്കിടക്കാണ് രണ്ടുപേരും. അതുമല്ല ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബെന്നിനെ വിളിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരും കുറച്ച് ദൂരെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു റോഡ് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹോ, എന്തോ ഒരു ഭാഗ്യം, രക്ഷപ്പെട്ടു. അതുമല്ല ബൈനോക്കുലറും കൂടി എടുത്ത് നോക്കുന്നുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്ക് നല്ല സന്തോഷമായിട്ട് ഹീറോയിന് അത്രയും സന്തോഷം. അങ്ങനെ സന്തോഷിച്ച് ഓക്കെ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ പോവാണെന്ന് പറഞ്ഞ് രണ്ടുപേരും
ആ ഒരു റോഡ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും സന്തോഷിച്ച് ചാടി ചാടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ സന്തോഷം കുറച്ച് നേരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താണെന്നല്ലേ, ഇവർ കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കുഴി പോലെ ഉണ്ടായിരുന്നു. അത് വളരെ ചെറുതായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ അടുത്തു വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇത് എത്ര വലിയ കുഴിയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് മുകളിലൂടെ അല്ലാതെ അവർക്ക് ഒരിക്കലും അപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. കാരണം അപ്പുറത്താണ് ആ ഒരു റോഡ് തന്നെ ഉള്ളത്. ഇതുകൂടി ആവുന്നത് ഹീറോയിൻ്റെ സന്തോഷം വീണ്ടും പോയി. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ലേ? ഇത്രയും വലിയ കുഴി എങ്ങനെയാണ് കയറി ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ബെൻ പറയും, ഓക്കെ നീയൊന്ന് സമാധാനപ്പെട്. എന്തായാലും നമ്മുടെ ശരീരത്തിലെ ഇപ്പോൾ എനർജി ഇല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇതേ സമയം ഡേവിഡിനെ കാണിക്കുമ്പോൾ ഡേവിഡ് ലൂസിയുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഉണ്ടല്ലോ ഫോണിൻ്റെ, ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലത്തേക്ക് വന്ന് അവിടെ വയസ്സുള്ള ഒരാളുണ്ട്. അയാൾക്ക് ലൂസിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു പെണ്ണ് ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അതേ കണ്ടിരുന്നു, ആ ഒരു പെണ്ണിനോടൊപ്പം വേറൊരാളും ഉണ്ടായിരുന്നു. രണ്ടുപേരും പെട്രോളെല്ലാം ഫില്ല് ചെയ്തിട്ട് ഈ മരുഭൂമി പ്രദേശത്തേക്കാണ് പോയതെന്ന് പറയുമ്പോൾ ഡേവിഡ് പറയും, ഓക്കെ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, എന്നെയും ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയും. അതുകൊണ്ട് അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ കൂടെയുള്ള രണ്ടുപേരെ ഡേവിഡിനോടൊപ്പം പറഞ്ഞു വിടുകയാണ് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു പാറയുടെ നിഴലുണ്ടല്ലോ അവിടെ കിടന്ന് ഉറങ്ങാണ്, റെസ്റ്റ് എടുക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബെൻ ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള ആ ഒരു പാരച്യൂട്ട് അതെടുത്ത് വെച്ച് അവൻ ചാടാൻ പോവാണ്. ഇതുകൂടി ആവുന്നത് നമ്മുടെ ലൂസി, ഏയ് നീ എന്താ ഈ ചെയ്യാൻ പോന്നേ? അവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ടല്ലോ. നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണ്ട, നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറിയ പോരെ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നല്ല, ഈ ഒരു പാരച്യൂട്ട് പകുതിയിൽ വെച്ച് തകർന്നു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് ബെന്നും കുറച്ച് ആലോചിക്കും, ഓക്കെ നീ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് എന്താണ് നമ്മുടെ ലൂസി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കുഴിയിലേക്ക് രണ്ടുപേരും ഇറങ്ങാൻ തുടങ്ങാണ്. കാരണം ഇത് ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ പാറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെ പതിയെ പതിയെ ഒരു താഴേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. ഇപ്പം അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൂസിക്ക് കാര്യം മനസ്സിലാവുന്നത് ഇത് എളുപ്പമുള്ള കാര്യമല്ല, പാടാണെന്ന്. അതുപോലെ അവൾ താഴേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കാലും വിറച്ച് സ്ലിപ്പായി പോകുന്നുണ്ട്. ഇവൾ ഇതുപോലെ മലകയറ്റമൊന്നും അധികം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഓരോ തവണയും നമ്മുടെ ലൂസിയെ രക്ഷിക്കുന്നത് ബെന്നാണ്. ഹേയ് പതി ഇറങ്ങുന്നു പറഞ്ഞിട്ട് അവളെ താങ്ങി പിടിച്ച് അങ്ങനെ പതിയെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒട്ടും വയ്യ, അവളുടെ കാല് സ്ലിപ്പാവുന്നതും ബെൻ പെട്ടെന്ന് മുകളിലേക്ക് കയറിയിട്ട് അവളെ പിടിച്ചു വെച്ച് പതി ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു വെച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ബെന്നിനും അവൻ്റെ കാല് അധികം നേരം ചവിട്ടി നിൽക്കാനായിട്ട് കഴിയുന്നില്ല. പെട്ടെന്ന് അവൻ്റെ കാലിനെ പിടിവിട്ട് അവൻ നേരെ താഴേക്ക് വീഴുന്നു. ഹീറോയിനെ വിളിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ലൂസിക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവളുടെയും പിടിവിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു പാറയിലൂടെ ഉരുണ്ടുരുണ്ട് നേരെ താഴേക്കൊന്ന് വീഴുന്നു. ഇപ്പം ഇത്രയും ദൂരം നിന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? രണ്ടുപേർക്കും അതിൻ്റെതായിട്ടുള്ള പരിക്കുകൾ പറ്റുന്നുണ്ട്. ഇപ്പം ഇവിടെയാണ് ഒരു ടെസ്റ്റ്. രണ്ടുപേരും നേരെ താഴെ വീണിട്ടില്ല, ഒരു പാറയുടെ വശത്താണ് കിടക്കുന്നത്. ലൂസി എത്ര നേരം മയങ്ങി കിടന്നു എന്ന് അവൾക്ക് അറിയത്തില്ല. ഇപ്പൊ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബെന്നിന്റെ വിളി എന്താന്ന് വെച്ചാൽ അവനൊരു പാറയിൽ തൂങ്ങി കിടക്കുകയാണ്. ലൂസി ലൂസി എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഒറ്റ കയ്യിൽ അങ്ങനെ തൂങ്ങി കിടക്കുന്നു. ഇപ്പോൾ ലൂസിയും അത്രയും ഉയരത്ത് നിന്ന് താഴേക്ക് നോക്കിയിട്ട് എങ്ങനെയെങ്കിലും അവർ രക്ഷിച്ചാലേ മതിയാവൂ. അതുകൊണ്ട് കൈ അവന് കൊടുത്ത് പതിയെ നമ്മുടെ ബെന്നിനെയും വലിച്ചൊരു വിധത്തിൽ മുകളിലേക്ക് കയറി ഇപ്പോൾ രണ്ടുപേരും രക്ഷപ്പെടുന്നു. ഇപ്പൊ ഈ രീതിയിൽ ഇവർ രക്ഷപ്പെട്ടാലും മറ്റൊരു പ്രശ്നമുണ്ട്. ഈ വീണ വീഴ്ചയിൽ നമ്മുടെ ബെന്നിന്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ കാല് ആ ഒരു മുറിഞ്ഞ ഭാഗത്തുണ്ടല്ലോ ഒരു കല്ലും കയറിയിരിക്കുന്നു. ഇത്രയും നേരം സ്ട്രോങ് ആയിട്ട് അവളെ കൊണ്ടുപോയതേ ബെന്നാണ്. പക്ഷെ ഇപ്പോൾ അവൻ ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് രക്തവും പോകുന്നുണ്ട്. ഇനി ഇപ്പോൾ അവൻ വളരെ വീക്കാവാൻ തുടങ്ങും. അതാലോചിച്ച് ലൂസി ടെൻഷൻ ആവുന്നതും ഇവിടെ ഡേവിഡിനെ കാണിക്കുമ്പോൾ ഡേവിഡ് ഇവരെ രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ ഒരു മലയുടെ മുകളിൽ സ്റ്റേ ചെയ്തല്ലോ, ആ സ്ഥലത്ത് വന്നേക്കാണ്. അതേ സമയമാണ് നമ്മുടെ ഡേവിഡിന് അവിടെ നിന്നും ലൂസിയുടെ ക്യാമറ കിട്ടുന്നത്. അവൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അവൻ ഷോക്ക് ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ ബെന്നും ലൂസിയും അവർ രണ്ടുപേരും നല്ല അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അതെല്ലാം കാണുമ്പോഴത്തേക്കും ഡേവിഡിന് നല്ല ദേഷ്യം വരുന്നു. ഒന്ന്, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം. രണ്ടാമത്തേത് അവളോടുള്ള ആ ഒരു ദേഷ്യം. ഇതെല്ലാം ഡേവിഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോക്സിക് ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? സംശയം കൂടും, അവരോടുള്ള ദേഷ്യവും കൂടും. അതുപോലെയാണ് നമ്മുടെ ഡേവിഡ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവളാണെങ്കിൽ വേറെ ഏതൊരു പയ്യനായിട്ട് കറങ്ങി നടക്കുന്നു എന്നുള്ള രീതിയിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങും. ആ ഒരു ദേഷ്യത്തിൽ ഡേവിഡ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും വിളിച്ച് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞ് കാറും എടുത്ത് അവരെല്ലാവരും അവിടെ നിന്ന് പോവാണ്. പാവം നമ്മുടെ ഹീറോയിൻ ഇത്രയും വലിയൊരു അപകടത്തിലാണെന്ന് ഒരിക്കലും അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ നമ്മുടെ ലൂസിനെ ബെന്നിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ബെന്നിന് ഒരുപാട് രക്തം പോയത് കൊണ്ട് തന്നെ അവൻ നല്ലതൂടെ ക്ഷീണിച്ചുപോയി. ഇനിയിപ്പോ ഈ ഒരു കാലം വെച്ചിട്ട് അവൻ ഒരിക്കലും മല കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ബെന്നി ഇപ്പോൾ ലൂസിയോട് പറയും, എന്നെ കൊണ്ട് എന്തായാലും ഇനി കഴിയത്തില്ല, അതുകൊണ്ട് നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീ മുകളിലേക്ക് കയറ്, എന്നിട്ട് എൻ്റെ ആ ഒരു പാരച്യൂട്ട് അവിടെ തന്നെയുണ്ട്, അതെടുത്ത് ഈ മലയുടെ അപ്പുറത്തേക്ക് നീ പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുവാണെങ്കിൽ എന്നെ രക്ഷിക്കാം. ഇതേ ഉള്ളൂ ഇപ്പോൾ നമുക്കൊരു മാർഗമെന്ന് പറയുമ്പോൾ
ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നല്ല സിമ്പിളായിരിക്കും, പക്ഷേ ഇതുവരെയും ഇതുപോലെ പാരച്യൂട്ടിൽ പോകാത്ത ഒരാൾക്ക് ഈ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ പാരച്യൂട്ടിൽ പറക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ ക്ലാസ്സോ 4 ദിവസത്തെ ക്ലാസ് വരെ അറ്റൻഡ് ചെയ്യണം. എന്നാലേ ഇതെന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ലൂസിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്നുകിലും മരണം അല്ലെങ്കിൽ രക്ഷപ്പെടണം. അതുകൊണ്ട് നമ്മുടെ ലൂസി എന്തായാലും തീരുമാനം എടുത്ത് അവളുടെ പേടിയെല്ലാം മാറ്റി അവൾ ആ ഒരു മലയുടെ മുകളിലേക്ക് ഒരു വിധത്തിൽ വലിഞ്ഞടിച്ച് കയറാണ്. അങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു പാരച്യൂട്ടും എടുത്ത് അവൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ആ ഒരു പാരച്യൂട്ടും എടുത്ത് വെച്ച് ആദ്യം അതും എടുത്തിട്ട് ഇങ്ങനെ പറന്ന് ചാടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് ഫെയിലായി പോവും. കാരണം നല്ലതുപോലെ കാറ്റ് വീശിയാലല്ലേ പറന്നു പോകത്തുള്ളൂ. അങ്ങനെ 1-2 തവണ അവൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അവളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ 3ാമത്തെ ശ്രമത്തിൽ ഹീറോയിൻ അങ്ങനെ ഓടി വന്ന് പെട്ടെന്ന് ചാടുന്നതും ആ ഒരു പാരച്യൂട്ട് പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളും പറന്ന് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു മലയുടെ മുകളിൽ നിന്നും പറന്ന് അങ്ങനെ പോകുന്നതും താഴെ കിടക്കുന്ന നമ്മുടെ ബെന്നുണ്ടല്ലോ, അവൻ ഇത് കണ്ട് നല്ല സന്തോഷമായി. ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കുന്നതും ഇതേപോലെ തന്നെ നമ്മുടെ ലൂസി സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ തവണയും ഈ മൂവിയിൽ ഇവരേതെങ്കിലും രീതിയിൽ സന്തോഷിക്കുമ്പോൾ അപ്പോൾ തന്നെ ഇവർക്ക് പേടിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാണുന്ന നമുക്കും പേടിയാവുന്ന രീതിയിൽ അവൾ പറന്നു പോകുമ്പോൾ ഈ ഒരു കാറ്റിൻ്റെ ദിശയുണ്ടല്ലോ, അത് അവൾക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് കാറ്റ് അവളെയും കൊണ്ട് നേരെ മറ്റൊരു വശത്തേക്ക് പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മലയുടെ താഴേക്ക്. ഇപ്പോൾ മുകളിലേക്ക് പോകാനായിട്ടുള്ള അവള് ഈ ഒരു പാരച്യൂട്ട് വഴി നേരെ പറന്ന് താഴേക്ക് ഇറങ്ങാണ്. നിയന്ത്രണവും വിടുന്നുണ്ട്. അതുപോലെ അവസാനം കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു പാറയിലേക്ക് വന്ന് ഇടിച്ചിട്ട് അവളും പാരച്യൂട്ട് നേരെ താഴേക്ക്. കുറേ നേരം അവിടെയും ബോധമില്ലാതെ കിടന്നിട്ട് ഇപ്പോൾ ലൂസി കണ്ണു തുറന്ന് അവൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും നല്ല വേദനയുണ്ട്. അതുമല്ല സന്തോഷത്തിന് മറ്റൊരു കാര്യമുണ്ട്. അവിടെ വെള്ളം പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പുഴയാണെന്ന് തോന്നുന്നു. ഓടി വന്നിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. കാരണം ഇത്രയും നേരം ദാഹിച്ചിരിക്കുമായിരുന്നല്ലോ. ഇതാണ് കുറച്ചെങ്കിലും ആശ്വാസം. അങ്ങനെ അവിടെ നിന്ന് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ഈ മലയുടെ താഴെ വന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ പറ്റൂ. അതുകൊണ്ട് അവൾ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ ഒരു ചെറിയ പെൺകുട്ടി വന്ന് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ ഹീറോയിന് അത്രയും സന്തോഷം. അങ്ങനെ ലൂസി എന്താ ചെയ്യുന്ന വെച്ചാൽ മോളെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോണെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ലൂസി അവളുടെ പിറകെ തന്നെ പോയിട്ട് ഇപ്പോൾ എന്താണ് ഈ മലയുടെ അടിയിൽ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ടെന്റെല്ലാം അടിച്ച് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇപ്പോഴാണ് ഒരു ആശ്വാസം. എന്താന്ന് വെച്ചാല് നമ്മുടെ ലൂസി രക്ഷപ്പെട്ട് അവിടേക്ക് വന്നിട്ട് അവസാനം അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ബെന്നുണ്ടല്ലോ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി നേരെ അവിടെ ടെന്നടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവസാനം അവന് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ബെൻ കണ്ണു തുറക്കുമ്പോൾ അപ്പോഴാണ് അടുത്ത് ലൂസി കിടക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അവന് കുറച്ചുകൂടി സന്തോഷമായി. കാരണം ഇത്രയും വലിയ പ്രശ്നം വന്നിട്ടും അവൾ അവനെ വിട്ടിട്ട് പോയില്ലല്ലോ. ഇപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവൾ എങ്ങനെ തൊടുന്നതും അവളും കണ്ണു തുറക്കുന്നു. ഇത്രയും വയ്യാണ്ട് കിടന്നിട്ടും ഇതിനിടയിൽ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കൂടി ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ആചാരം പോലെയാണ് അവർ കാണുന്നതെന്ന് തോന്നുന്നു. എല്ലാ സിനിമകളിലും ഇതുപോലൊരു റൊമാൻറ്റിക് സീൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാവത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രണ്ടുപേരും എഴുന്നേൽക്കുമ്പോഴത്തേക്കും ആ ഒരു ആദിവാസി കൂട്ടമുണ്ടല്ലോ, അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നതെല്ലാം കണ്ടിട്ട് ഇവർക്ക് നല്ല ഹാപ്പി ആയിട്ട് അവരോടൊപ്പം ഇരിക്കുന്നു. അതിൽ ആ ഒരു ചെറിയ പെൺകുട്ടി അവർക്ക് ആഹാരമെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഹീറോയിൻ ഇതുപോലെ ഒരു സർവൈവർ ആയതുകൊണ്ട് അവൾ നല്ല ധൈര്യശാലിയാണ് എന്നെല്ലാം ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ ഡേവിഡിനോടൊപ്പം വന്ന രണ്ടുപേരുണ്ടല്ലോ, അവർ രണ്ടുപേരും ഈ ഒരു കാർ ഓടിച്ച അവസാനം നമ്മുടെ ബെന്നിനെ ലൂസിനെ കണ്ടുപിടിക്കും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മലയുടെ മുകളിൽ വന്നിട്ട് താഴേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ നിന്ന് റോഡിലേക്ക് പോകുന്നതാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും പെട്ടെന്ന് തന്റെ കാറും എടുത്ത് നേരെ ആ ഒരു റോഡിനടുത്തേക്ക് പോയിട്ട് വെയിറ്റ് ചെയ്യും. കുറെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ബെന്നും ലൂസിയും ആ ഒരു ഒട്ടകത്തിൽ ഈ റോഡ് വഴി അങ്ങനെ പോകുന്നതും ഇവർ രണ്ടുപേരും പെട്ടെന്ന് കാർ കൊണ്ടുവന്ന് അവരുടെ മുന്നിലേക്ക് നിർത്തും. ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ബെന്നും ലൂസിയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാർ കിട്ടിയല്ലോ. അതുകൊണ്ട് അവരോട് സഹായം ചോദിച്ച് ആ ഒരു കാറിലേക്ക് കയറും. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഡേവിഡിനെ ഇവരോടൊപ്പം കാണുന്നില്ല. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ ഡേവിഡിനെ ഇവർ രണ്ടുപേരും ആൾറെഡി തന്നെ അടിച്ച് കാറിന്റെ ഡിക്കിയിൽ കെട്ടിയിട്ടേക്കാണ്. അതറിയാതെയാണ് ഇവർ രണ്ടുപേരും ഈ വണ്ടിയിൽ കയറിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഒരു രണ്ടുപേരും ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, നിങ്ങളുടെ വണ്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബെന്നും ലൂസി നടന്ന ആ ഒരു കാര്യം പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ഇവർ രണ്ടുപേരും ഓ അങ്ങനെയാണല്ലേ, ശരി നിങ്ങളെ രണ്ടുപേരും നിങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടാക്കാം, അതുപോലെ സഹായത്തിനായിട്ട് വേറെ വണ്ടിയും വരുത്താം എന്ന് പറഞ്ഞിട്ട് ഇവരെ യഥാർത്ഥമായിട്ട് സഹായിക്കുന്നത് പോലെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ബെന്നിനും ലൂസിക്കും വേറെ സംശയമൊന്നും തോന്നുന്നില്ല, ഇവർ നല്ലവരെ പോലെയാണ് അവർക്കും തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഇവർ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഓക്കെ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവർ തോക്കെടുത്ത് വെച്ചിട്ട് ഇവരെ അവിടെ പിടിച്ചെടുത്തും. ഇവർക്ക് രണ്ടുപേർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്താ ചെയ്യുന്നതെന്ന്. സത്യത്തിൽ അവർ രണ്ടുപേരും റെസ്ക്യൂ ടീമിലുള്ളവരൊന്നല്ല, അവർ രണ്ടുപേരും മനുഷ്യ കടത്തുണ്ടല്ലോ അത് ചെയ്യുന്നവരാണ്. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവരെ വാങ്ങാനായിട്ട് ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് വേറെ ഒന്നുമല്ല, ഇവരുടെ ഓർഗൻസ് എല്ലാം കീറി മുറിച്ചെടുത്ത് വേറെ എവിടെയെങ്കിലും വിൽക്കും.
അങ്ങനെ അവർ വരുന്നതും കുറച്ച് കഴിഞ്ഞ് ആ ഒരു ഡിക്കി തുറന്ന് നമ്മുടെ ഡേവിഡ് ഉണ്ടല്ലോ അവനെ വലിച്ച് പുറത്തേക്ക് ഇടുന്നു. ഇപ്പോൾ ബെന്നിനെ കൂടി കാണുമ്പോഴത്തേക്ക് ലൂസിക്ക് ആകെ ഷോക്കായി പോയി. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ തീരുമാനിക്കുന്നറിയോ? ബെന്നിനെ ഡേവിഡിനെ വിൽക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ലൂസിയെ ഇവരോടൊപ്പം തന്നെ വെച്ചേക്കും. അപ്പോൾ ഇവരെ വാങ്ങാൻ വന്ന ഒരുത്തനാണെങ്കിൽ നമ്മുടെ ബെന്നിന്റെ മുറിവ് കണ്ടിട്ട് അതിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബെന്നിന് നല്ല വേദനയായി. അതുമല്ല ലൂസി ഇത് കാണുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് നമ്മുടെ ബെന്നിനെ പിടിക്കുമ്പോൾ അതിൽ വാങ്ങാൻ വന്നവനാണെങ്കിൽ ലൂസിയെ കണ്ടിട്ട് പെട്ടെന്ന് അവന്റെ ശ്രദ്ധ മുഴുവൻ ലൂസിയുടെ മേൽക്കായി. എന്നിട്ട് പറയും, ഞാൻ എക്സ്ട്രാ പണം തരാം, ഇവിടെ എനിക്ക് വേണമെന്ന് പറയും. പക്ഷെ അവർക്ക് രണ്ടുപേർക്കാണെങ്കിലോ ഈ വിൽക്കാനായിട്ട് നിൽക്കുന്നവന്മാർക്ക് ലൂസിയെ കൊടുക്കാനായിട്ട് താല്പര്യമില്ല. അവന്മാർക്ക് ലൂസിയെ വേണം. അപ്പോഴാണ് ഈ വാങ്ങാൻ വന്നവനുണ്ടല്ലോ അവനിപ്പോൾ ലൂസിയോട് പെട്ടെന്ന് പറയുന്നത് അതൊരു വല്ലാത്ത രീതിയിൽ നോക്കിയിട്ട് പറയും, നിന്റെ വസ്ത്രമെല്ലാം അഴിക്കാൻ പറയും. പക്ഷെ ലൂസി പേടിക്കത്തില്ല. അങ്ങനെ അവന്റെ മുഖത്തേക്ക് തുപ്പിക്കൊടുക്കുന്നു. പെട്ടെന്ന് അവൻ എന്താണ് തോക്കെടുത്ത് നേരെ ലൂസിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ലൂസിയെ കൊല്ലാനായിട്ട് വരുന്നതും ഇപ്പോൾ അവന്മാർക്ക് രണ്ടുപേർക്കും ദേഷ്യം വന്നിട്ട് അവരും തോക്കെടുത്ത് ഇവർക്ക് നേരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ വന്നവന്റെ കൂടെയുള്ള ഒരുത്തൻ അവരെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് അതും മണ്ടന്മാരാണ് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി കിടന്ന് അടിയുണ്ടാക്കുകയാണ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കൂടെയുള്ള ഒരുപാട് പേര് മരിച്ചിട്ട് അവസാനം ആ വാങ്ങിക്കാൻ വന്നവൻ മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ ഇപ്പോൾ ലൂസിയുടെ നേർക്ക് തോക്ക് ചൂടിങ്ങനെ നിൽക്കുന്നതും ഇതിലൊരു തോക്ക് എങ്ങനെയോ നമ്മുടെ ബെന്നുണ്ടല്ലോ അവന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ബെൻ എന്തായാലും എഴുന്നേറ്റ് ആ ഒരു തോക്ക് വെച്ചിട്ട് അവനെ കറക്റ്റ് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും ഇപ്പോൾ ഡേവിഡ് കൂടെയുള്ള ഒരുത്തനെ അടിച്ചിട്ട് അവനെ കൊന്ന് ഇപ്പോൾ ഇവർ മൂന്നുപേരും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെയാണ് പ്രശ്നം, നമ്മുടെ ബെന്നിന് ഒട്ടും വയ്യ. ഈ ഫൈറ്റിനിടയിലും അവൻ ഒരുപാട് രക്തം പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബെൻ ഒരു കാര്യം പറയുന്നത്, ഓക്കെ ടയറിന്റെ കാറ്റ് അങ്ങനെയാണെങ്കിൽ ടയർ മുകളിലേക്ക് വരും, കാർ ഇവിടെ നിന്ന് എടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഈ കാര്യം കേട്ട് ഡേവിഡും ലൂസിയും പെട്ടെന്ന് ഷോക്കാവും. അപ്പോൾ ലൂസി ചോദിക്കും, ഈ കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നു, പിന്നെ എന്തുകൊണ്ട് ആ ഒരു കാര്യം അപ്പം ചെയ്തില്ലാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ എനിക്ക് അറിയാമായിരുന്നു, ഞാനത് പറഞ്ഞില്ല, കാരണം ആ ഒരു ട്രിപ്പ് അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അതുപോലെ ചെയ്തത്. അതിൽ തന്നെ അവൻ എന്തോരം നമ്മുടെ ലൂസിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ എന്തായാലും അവളോട് നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ട് അവസാനം അവന് തന്നെ പണി കിട്ടിയല്ലോ. ഓക്കെ എന്തായാലും അവൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവർ മൂന്നുപേരും ആ ഒരു കാറിൽ കയറി ഇതുപോലെ ടയറിന്റെ കാറ്റ് കുറച്ചതുകൊണ്ട് വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റി. അങ്ങനെ വണ്ടിയും കൊണ്ട് മൂന്നുപേര് രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൂവി? ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.